പ്രിയ പ്രേക്ഷകരെ, മഴക്കെടുതിയുടെ ബാക്കി ചിത്രവുമായിട്ട് തന്നെയാണ് ഇന്നും ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. നിലവിൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വയനാട്, മാനന്തവാടി, തവിഞ്ഞാൽ ഭാഗങ്ങളിൽ ഇന്നലെ ഇടതടവില്ലാതെ മഴ പെയ്തത് മൂലം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. തവിഞ്ഞാൽ 34 നടുവട്ടം ഉന്നതിയുടെ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശം തുടരുകയാണ്. മഴ ശക്തമായി തുടരുന്നതിനാലും പാൽചുരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാലും ബോയ്സ് റോഡ്, പാൽച്ചുരം, ടൗൺ റോഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ രാത്രി ഗതാഗതത്തിന് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. മലപ്പുറം ഏറനാട് താലൂക്കിലെ പാണക്കാട് വില്ലേജിൽ ഏടായിപ്പാലം മുതൽ കാരാത്തോട് സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി യാത്ര അനുവദിക്കില്ല. റെഡ്, ഓറഞ്ച് അലർട്ടുള്ള ദിവസങ്ങളിൽ പകൽ സമയങ്ങളിലും യാത്ര അനുവദിക്കില്ല. ഓഗസ്റ്റ് 14 വരെ ഈ നിയന്ത്രണം തുടരും എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുകയാണ്. തമിഴ്നാട്ടിലെ ജലസേചനത്തിനു വേണ്ടിയാണ് ഈ വെള്ളം തുറന്നുവിടുന്നത്. മഴക്കെടുതിയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോകുമ്പോൾ ആദ്യം കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് കാസർഗോഡേക്ക് വരുമ്പോൾ അവിടെ മഴക്കെടുതി എന്നതിനപ്പുറത്ത് കടൽക്ഷോഭം ഉൾപ്പെടെയാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്താണ് ഇന്നത്തെ സാഹചര്യം? അഭിലാഷ്, ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല വെയിലാണ്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഈ കാലാവസ്ഥ ഇരുണ്ടുകൂടി കാലാവസ്ഥ, ഒറ്റപ്പെട്ട മഴയും ശക്തമായ മഴയൊക്കെ മാറി മാറി വരുന്ന സാഹചര്യം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രാവിലെ മുതൽ നല്ല വെയിലാണ്. പക്ഷെ ഏത് സമയത്തും ഈ കാലാവസ്ഥക്ക് മാറ്റമുണ്ടാകും. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ചില ഇടവിട്ട് വെയിലും മഴയും വരുന്ന സാഹചര്യം. ഏതായാലും ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനം കാസർഗോഡ് ജില്ല ഇത്തവണ കാലവർഷത്തിൽ ബാധിച്ചത് തീരപ്രദേശങ്ങളിൽ തന്നെയാണ്. വലിയ തോതിൽ കടൽക്ഷോഭം പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നിരവധി വീടുകൾ കടലെടുക്കുന്ന സാഹചര്യം, നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലുണ്ട്. അതുമാത്രമല്ല സ്ഥലങ്ങൾ ഇത്തരത്തിൽ കടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. വലിയ ആശങ്ക തീരപ്രദേശത്തുണ്ട്. എന്തായാലും മലയോര മേഖലയിൽ ഇത്തവണ ചെറിയ ആശ്വാസമുണ്ട്. കാരണം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുമൊക്കെ വ്യാപകമായി ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ പുഴയോരത്തും അതുപോലെ തന്നെ കടലോരത്തുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയായിരുന്നു. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ മഴ ഒരു വൈകിട്ടാകുമ്പോഴേക്കും ശക്തമായ മഴ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ വലിയ വെള്ളക്കെട്ടൊന്നും എവിടെയും രൂപപ്പെട്ടിട്ടില്ല. ഒരു 1-2 ദിവസം മാത്രം തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുടുംബങ്ങളെല്ലാം സുരക്ഷിതമായി മാറ്റി താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതൊന്ന് മലയോര മേഖലയായ തയ്യേനിയിലാണ്, മറ്റൊന്ന് മധൂർ പഞ്ചായത്തിലാണ്. അങ്ങനെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ നല്ല വെയിലാണ്. അഭിലാഷ് സൂചിപ്പിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന് കൃത്യമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ക്ലാസ്സുകൾ എടുക്കരുതെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും 10 ദിവസത്തോളമായി തുടർച്ചയായ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ട്. ഓണപ്പരീക്ഷയാണ് വരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പരീക്ഷയുടെ കാലമാണ്. എന്തായാലും പാഠഭാഗമൊക്കെ ബാക്കി വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതല്ലാതെ ജനജീവിതത്തെ വലിയ തോതിൽ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു മഴ ബാധിച്ചിട്ടില്ല. തീരപ്രദേശം ഒഴിച്ചു നിർത്തിയാൽ ബാധിച്ചിട്ടില്ല എന്ന് പറയാം. കഴിഞ്ഞ കാലവർഷത്തിൽ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന വലിയ അപകടാവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഏതായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇനി വരും മണിക്കൂറുകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിട്ടുള്ളത്. അഭിലാഷ്.
യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ബൈജു സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇന്നിപ്പോൾ മഴ പെയ്യുന്നില്ല. അതായത് കാസർഗോഡ് ജില്ലയിൽ എവിടെയും അങ്ങനെ ശക്തമായ മഴയില്ല എന്നാണല്ലോ ബൈജു നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഈ മഴക്കെടുതി, അതായത് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ, അത് ഒറ്റപ്പെട്ട ഇടങ്ങളിലെ വെള്ളക്കെട്ടുകളാകാം, അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിലെ ജാഗ്രത, അത് ഇനിയും തുടരേണ്ട ഒരു പശ്ചാത്തലമുണ്ടോ? പ്രത്യേകിച്ച് ഈ ട്രോളിംഗ് നിരോധനമൊക്കെ നീക്കിയതിനു ശേഷം മത്സ്യത്തൊഴിലാളികൾ അധികമായി കടലിലേക്ക് പോകേണ്ട ഒരു സമയമൊക്കെയാണ്. പക്ഷേ അപ്പോഴും ഈ തിര പ്രക്ഷുബ്ധമാകുന്നത് അവരുടെ ഉപജീവനത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നത് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു നിലയിലേക്ക് എത്തി എന്ന് പറയാനും സാധിക്കുമോ? അഭിലാഷേ, മഴ മാറി എന്ന് പറയുമ്പോഴും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലവിലുണ്ട്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഏതാണ്ട് സമാനമായ ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നാണ് അതിശക്തമായ മഴയുണ്ടായതും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ മഴ മുന്നറിയിപ്പ് അവഗണിക്കരുത് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കാലാവസ്ഥ മറിയാം. പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ നല്ല മഴ, കുടകിലൊക്കെ നല്ല മഴയുണ്ട്. ആ മഴയെല്ലാം ബാധിക്കുന്നത് കാസർഗോഡിനെയാണ്. കാരണം അവിടെ നിന്നെല്ലാം വെള്ളം ഒഴുകിയെത്തേണ്ടത് കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി പുഴയിലൂടെയാണ് ഇത് കടലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വെള്ളം കെട്ട് ഏത് സമയത്തും രൂപപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇപ്പോൾ നിലവിലുണ്ട്. ഈ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു എന്നല്ലാതെ മഴ പൂർണ്ണമായി മാറിയെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നല്ല വെയിലാണ്. അത് ഇന്നലെയും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. രാവിലെ നല്ല വെയിൽ വന്നു, പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും പെട്ടെന്നാണ് കാലാവസ്ഥ മാറുകയും അലർട്ടിൽ പോലും മാറ്റമുണ്ടായത്. റെഡ് അലർട്ട് പെട്ടെന്നാണ് ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മഴ മുന്നറിയിപ്പ് അവഗണിക്കരുത്. പുഴയോരങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. മാത്രമല്ല, വിനോദസഞ്ചാര മേഖല ഒരുപാടുള്ള ജില്ലയാണ് കാസർഗോഡ്. പുഴയോരങ്ങളിലും അതുപോലെ തന്നെ കടൽ തീരങ്ങളിലുമുള്ള വിനോദസഞ്ചാര മേഖലകളിലെല്ലാം നിയന്ത്രണമുണ്ട്. മലയോര മേഖലകളിലുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അങ്ങനെ കർശന നിർദ്ദേശമുണ്ട്. കോറയുടെ പ്രവർത്തനം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ അറിയിപ്പുകൾ ഒരു തരത്തിലും ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. കാരണം അത് മഴ ഏത് സമയത്തും മാറി മറിഞ്ഞേക്കാം. തീരപ്രദേശത്തുള്ളവർക്കാണ് പ്രത്യേകിച്ച് ജാഗ്രതയുള്ളത്. ഒരു 12 മണി കഴിഞ്ഞാൽ വേലിയേറ്റമാണ്. വേലിയേറ്റ സമയത്ത് വലിയ തോതിൽ കടൽ കരയിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട്. പല വീടുകളിലും ഇപ്പോഴും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശാരദാ നഗറിലൊക്കെ ഒരുപാട് വീടുകൾ ഇത്തരത്തിൽ വെള്ളം കടലെടുത്ത അവസ്ഥയാണ്. എന്തായാലും അത് അതീവ ജാഗ്രത തന്നെ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമായിട്ടുണ്ട്. ഏത് അടിയന്തര കാലാവസ്ഥയും സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ജില്ലാ കലക്ടർ ഈ ഒരു പ്രദേശങ്ങൾ, ഇത്തരത്തിൽ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങൾ, അതുപോലെ തന്നെ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം സന്ദർശനം നടത്തുന്നുണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അത് അതേ രീതിയിൽ തന്നെ അനുസരിക്കണമെന്നൊരു ആവശ്യവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. അഭിലാഷേ, യെസ്, എന്തായാലും കാസർഗോഡ് ഇപ്പോൾ മഴ ശക്തമല്ല, വെയിൽ ആണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഈ വെള്ളക്കെട്ട് ഉൾപ്പെടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വസിക്കാവുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.